ഡിസംബർ 20 ശനിയാഴ്ച. ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. എക്കാലത്തെയും ഏറ്റവും ജനപ്രിയമായ ക്രിസ്തീയ പെയിൻറ്റിങ്ങുകളിൽ ഒന്നാണ് അനൗൺസിയേഷൻ, അല്ലെങ്കിൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട സംഭവം. ദൈവം ഒരു ദൂതൻ വഴി മറിയത്തോട് സംസാരിച്ചു. അവൾ ഭയപ്പെട്ടു. പക്ഷെ ദൂതൻ അവളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവളുടെ ഭയത്തെ മറികടക്കാൻ അവൾക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഏക മകൻ്റെ അമ്മയാകാനുള്ള വാഗ്ദാനം അവൾ സ്വീകരിച്ചു. ആ നിമിഷം മുതൽ ലോകത്തിൻ്റെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഒരു കൗമാരക്കാരിയുടെ ആ ചെറിയ പ്രവൃത്തി ലോകത്തിലെ എല്ലാ ജനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയായ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറിയം മാലാഖയ്ക്ക് അതെ എന്ന ഉത്തരം നൽകുന്നു. ആ നിമിഷം അവൾ ഗർഭം ധരിച്ച മകനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയത്ത് യേശു തന്നെ പൂന്തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥനയാണ് നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ദൂതൻ്റെ വാർത്തയിൽ മറിയം വളരെയധികം അസ്വസ്ഥയായിരുന്നു എന്ന് വിശുദ്ധ ലൂക്കാസ് എഴുതുന്നു. അവൾക്ക് നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നിരിക്കണം. ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? അവൾ ജോസഫിനോട് എന്തു പറയും? ഈ കഥ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്തത്ര അതിശയകരമായിരുന്നു. അവൻ അവളെ വിശ്വസിക്കുമോ അതോ അവളെ നിരസിക്കുമോ? എന്നിരുന്നാലും അവളുടെ ആ സന്ദേഹത്തിനുമിടയിൽ മറിയത്തിന് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു. ദൈവം അവളോട് ആവശ്യപ്പെടുന്നതിന് അവൾ സ്വതന്ത്രമായി സമ്മതിച്ചു. മറിയത്തിന് ദൈവവുമായി ആഴമായൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നിരിക്കണം. ദൈവം തന്നോട് ആവശ്യപ്പെടുന്നതിൽ വിശ്വസിക്കാനും അതേ എന്ന് പറയാനും അവളെ പ്രാപ്തയാക്കിയത് ഈ ബന്ധമായിരുന്നു. ചെറുപ്പം മുതലേ മറിയം എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിച്ചിരിക്കണം. അങ്ങനെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പോലും അവൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിച്ചു. ചില സമയങ്ങളിൽ യേശു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മിൽ വികാരങ്ങളുടെ കൊടുങ്കാറ്റ് ഉണർത്തുന്ന ബുദ്ധിമുട്ടുള്ളതോ വേദനാജനകമായോ ആയ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക? കോപിക്കുമോ? ഭയപ്പെടുമോ? അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരാകുമോ? ദൈവം നമ്മെ നയിക്കുകയും നമുക്ക് കൃപ ചെയ്യുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം. മറിയത്തിനും ജോസഫിനും എല്ലാം മനസ്സിലായില്ല. ചുറ്റുമുള്ള ആളുകൾ തങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുമെന്നോ പരിഹസിക്കുമോ എന്ന് അവർക്ക് പ്രശ്നമല്ലായിരുന്നു. അവർ തങ്ങളുടെ ബഹുമാനം സത്യത്തിൽ അവരുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു. അവർ അവൻ്റെ ദിവ്യജ്ഞാനത്തിലും ശക്തിയിലും പൂർണ്ണമായി ആശ്രയിച്ചു. കർത്താവിൻ്റെ ദാസിയാകാൻ മറിയം തന്നെ സ്വയം സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മറിയത്തിൽ നമുക്ക് ഒരു വലിയ മാതൃകയുണ്ട്. മറിയത്തെപ്പോലെ നമ്മൾ അറിയുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മളത് ചെയ്താൽ നമുക്ക് ആവശ്യമായ കൃപയും ശക്തിയും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഇതായിരിക്കും നമുക്ക് സമാധാനം നൽകുക. ദൈവം നമ്മുടെ സമാധാനമായി മാറും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.